നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയേ തീരൂ എന്ന് VD സതീശന് എന്താണ് ഇത്ര വാശി? PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ 265 സ്കൂളുകളുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറാനുള്ള അടിയന്തര സാഹചര്യം എന്താണ്? ഉത്തരം വ്യക്തമാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് NDA മുന്നണിയുടെ അനൌദ്യോഗിക ഘടകകക്ഷിയായിട്ടാണ്. നിയമസഭയിൽ ആ മുന്നണിയുടെ അംഗബലം 102 അല്ല 105 ആണ്. അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ പട്ടിക, അതായത് LDF സർക്കാരിന്റെ കാലത്ത് കൈമാറാൻ വിസമ്മതിച്ച പട്ടിക VD സതീശന് കൈമാറേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൊണ്ട് തന്നെ സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്ന് BJPയുടെ നേതാവ് K സുരേന്ദ്രൻ ആധികാരികമായി വെല്ലുവിളിച്ചത്. മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ PM ശ്രീ നടപ്പാക്കേണ്ടി വരും. ഞാനൊരു അഡ്വാൻസ് ആശംസ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീന് നൽകുകയാണ്. അപ്പോൾ VD സതീശൻ സർക്കാരിന് നരേന്ദ്രമോദി പറയുന്ന എല്ലാം അനുസരിച്ചേ മതിയാകൂ. PM ശ്രീയിലും ആ അനുസരണ പ്രകടിപ്പിക്കേണ്ടി വരും. അതിന്റെ ജാള്യത മറയ്ക്കാനാണ് ഒരു ന്യായം സ്ഥിരമായി പറയുന്നത്. ശിവൻകുട്ടിയുടെ കാലത്ത്, LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീയുടെ ധാരണാപത്രം ഒപ്പിട്ടുപോയി. അതുകൊണ്ട് സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ഈ ഡയലോഗാണ് ക്ഷീരബല പോലെ VD സതീശനും ശംസുദ്ദീനും KM ഷാജിയും റോജി M ജോണും UDFന്റെ കൺവീനർ അടൂർ പ്രകാശും ഒക്കെ നിരന്തരമായി ആവർത്തിക്കുന്നത്. ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനു ശേഷം സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ എന്ത് സംഭവിക്കും? സംസ്ഥാന സർക്കാരിന്റെ മൂക്ക് ചെത്താൻ ആ ധാരണാപത്രത്തിൽ എവിടെയെങ്കിലും കേന്ദ്രത്തിന് അധികാരം നൽകുന്നുണ്ടോ? അക്കാര്യം നമുക്ക് വിശദമായി പരിശോധിക്കാം. PM ശ്രീ എന്നത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ 60% ഫണ്ട് തരുന്ന 40% സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഒന്നാണ് ഈ PM ശ്രീ പദ്ധതി. സംശയമുള്ളവർക്ക് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ഒരു ഡോക്യുമെന്റ് കാണാം. ആ ഡോക്യുമെന്റിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പട്ടിക നൽകിയിട്ടുണ്ട്. ആ പട്ടികയിൽ 7ാമത്തെ പേരാണ് PM ശ്രീ പദ്ധതി. ഇനി ഏതെങ്കിലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ സമ്മതമില്ലാതെ ആ സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടോ? ഇല്ല. 40% തുക ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് പിന്മാറാം. പദ്ധതി നടപ്പാക്കാൻ തയ്യാറല്ലെങ്കിൽ ആ പദ്ധതിക്കുള്ള കേന്ദ്ര ഫണ്ട് കിട്ടില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ ആകാശമൊന്നും അതിന്റെ പേരിൽ ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഇനി ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി തങ്ങൾ നടപ്പാക്കാമെന്ന് സമ്മതിച്ച ശേഷം, അതായത് ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം ഏതെങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്ന് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനം ഏകപക്ഷീയമായി പിന്മാറിയിട്ടുണ്ടോ? ഉണ്ട്. PM ശ്രീയുടെ കാര്യത്തിൽ പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ അങ്ങനെ പിന്മാറിയിട്ടുണ്ട്. 2022 ഒക്ടോബർ 22 പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ PM ശ്രീയുടെ ധാരണാപത്രം കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടത്. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ 241 സ്കൂളുകളുടെ പട്ടിക 2023 മാർച്ച് 8 പഞ്ചാബ് സർക്കാർ കേന്ദ്ര സർക്കാരിന് കൈമാറി. എന്നാൽ 2023 ജൂലൈ 18 ഈ പദ്ധതിയിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നതായി പഞ്ചാബ് സർക്കാർ പ്രഖ്യാപിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതിന്റെ പേരിൽ പഞ്ചാബിലെ ആം ആദ്മി സർക്കാരിനെ കേന്ദ്ര സർക്കാർ മൂക്കിൽ വലിച്ചോ? അതോ അവരുടെ മൂക്ക് ചെത്തിയോ? ഇനി അതുമല്ല, പഞ്ചാബിലെ വിദ്യാഭ്യാസ മന്ത്രിയെ കേന്ദ്ര സർക്കാർ വിളിച്ചു വരുത്തി കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ ഒരു റൂമിൽ പൂട്ടിയിട്ട് ഇടിച്ചോ? അതോ ധാരണാപത്രത്തിൽ ഒപ്പിട്ട പഞ്ചാബിലെ ഉദ്യോഗസ്ഥർക്ക് പിഴ ചുമത്തിയോ? ഇതൊന്നും സംഭവിച്ചില്ലല്ലോ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനു ശേഷം സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി പിന്മാറിയ മറ്റൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിക്കാം. ആയുഷ്മാൻ ഭാരത് എന്നൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ചേരാൻ 2018 ജൂലൈയിൽ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാർ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടു. എന്നാൽ 40% ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കുന്ന പദ്ധതിയുടെ ക്രെഡിറ്റ് നരേന്ദ്രമോദിയും BJP സർക്കാരും തട്ടിയെടുക്കുന്നു എന്നാരോപിച്ച് 2019 ജനുവരി 10 തങ്ങൾ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നതായി മമതാ ബാനർജി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് 2026 മമതാ സർക്കാർ അധികാരമൊഴിയുന്നത്. 2019 ജനുവരി മുതൽ 2026 മെയ്യിൽ അധികാരമൊഴിയുന്നതുവരെ 8 വർഷം ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ, ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമാകാൻ മമതാ സർക്കാർ തയ്യാറായതേയില്ല. 2026 തെരഞ്ഞെടുപ്പിൽ സുവേന്ദു അധികാരിയുടെ BJP സർക്കാർ പശ്ചിമ ബംഗാളിൽ അധികാരമേറ്റതിനു ശേഷമാണ് 2026 ജൂലൈ മുതൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി ബംഗാളിൽ നടപ്പിലാക്കിയത്. അതുവരെ 2019 മുതൽ 2026 വരെ മമതാ സർക്കാർ അധികാരത്തിലിരുന്ന ആ കാലത്തുടനീളം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമാകാൻ പശ്ചിമ ബംഗാൾ സർക്കാർ തയ്യാറായില്ല. എങ്ങനെയാണ് അവർ അതിൽ നിന്ന് പിന്മാറിയത്? ധാരണാപത്രം ഒപ്പിട്ടു, പദ്ധതി നടപ്പിലാക്കി, കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങി, സംസ്ഥാനത്തിന്റെ വിഹിതം ചെലവഴിച്ചു. അതിനുശേഷമാണ്
ഏകപക്ഷീയമായി മമതാ ബാനർജിയുടെ സർക്കാർ ആയുഷ്മാൻ പദ്ധതിയിൽ നിന്ന് പിന്മാറിയത്. അങ്ങനെ MOU ഒപ്പിട്ട് ഫണ്ടും കൈപ്പറ്റിയതിനു ശേഷം ഏകപക്ഷീയമായി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ മമതാ ബാനർജിയുടെ സർക്കാരിനെ മോദി സർക്കാർ എന്ത് ചെയ്തു? മൂക്ക് ചെത്തിയോ? ഇല്ലല്ലോ. ആകെ കേന്ദ്ര സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിഞ്ഞത്? 8 വർഷവും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ബംഗാൾ സർക്കാരിന് കൊടുക്കേണ്ടിയിരുന്ന 60% ഫണ്ട് അവർ കൊടുത്തില്ല. അതല്ലാതെ മറ്റൊരു ശിക്ഷാ നടപടിയും അതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ കൈക്കൊള്ളാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു അധികാരവും കേന്ദ്ര സർക്കാരിനില്ല. എന്തുകൊണ്ടാണ് ഈ മാതൃക PM ശ്രീയുടെ കാര്യത്തിൽ കേരളത്തിൽ സ്വീകരിക്കാൻ UDF-ഉം മുസ്ലിം ലീഗും VD സതീശനും ഒന്നും തയ്യാറാകാത്തത്? അതിന് തന്റെ ഇടം വേണം. BJP സർക്കാരിനെ വെല്ലുവിളിക്കാൻ, മോദി സർക്കാരിനെ വെല്ലുവിളിക്കാനുള്ള തന്റെ ഇടം വേണം. ആ തന്റെ ഇടം ഇല്ലാത്തത് കൊണ്ടാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ VD സതീശന്റെ സർക്കാർ തയ്യാറാകുന്നത്. മോദിയും അമിത്ഷായും കണ്ണുരുട്ടിയാൽ മുട്ടുവഴി 1ഉം 2ഉം സാധിക്കുന്നവരാണ് ഈ U-turn സർക്കാരിലെ അംഗങ്ങൾ. അതുകൊണ്ട് PM ശ്രീ എന്നല്ല, കേന്ദ്രം മാനത്ത് കാണുന്ന എന്തും മടിക്കുത്തിൽ നിന്ന് VD സതീശൻ എടുത്തു കൊടുക്കും. കൊടുത്തേ തീരൂ. ആ അനുസരണ പ്രകടിപ്പിച്ചേ തീരൂ. അല്ലെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറിയാൽ കേന്ദ്രത്തിന് സംസ്ഥാനത്ത് ശിക്ഷിക്കാൻ അധികാരമൊന്നുമില്ലെന്ന് ഭരണഘടനാ വിദഗ്ധനായ എല്ലാം പഠിച്ചു പറയുന്ന VD സതീശൻ അറിയാത്തതാണോ? അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ധാരണാപത്രം ഒപ്പിട്ടു പോയതുകൊണ്ട് ഇനി ആ പദ്ധതി നടപ്പാക്കാതിരുന്നാൽ അറബിക്കടൽ കേരളത്തിലേക്ക് ഇരച്ചു കയറും, സഹ്യപർവ്വതം പല കഷ്ണമായി പൊട്ടിച്ചിതറും, മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, സംസ്ഥാന സർക്കാരിനെ ചിലപ്പോൾ കേന്ദ്രം പിരിച്ചുവിടും, കേരളത്തെ ചിലപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചേക്കുമെന്നൊക്കെ ഈ നാടിനെ പേടിപ്പിക്കാൻ VD സതീശനും കൂട്ടരും രംഗത്തിറങ്ങുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മുമ്പിൽ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഇന്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് എന്നൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ കീഴിൽ കേരളത്തിലും ഒരു പ്രൊജക്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പമ്പ അച്ചൻകോവിൽ നദികളുടെ സംയോജനം. ഈ 2 നദികൾക്കും കുറുകെ 3 ഡാമുകൾ കെട്ടി ആ റിസർവോയറിൽ നിന്നുള്ള വെള്ളം 9 കിലോമീറ്റർ നീളത്തിൽ പശ്ചിമഘട്ടം തുരന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു ടണൽ ഉണ്ടാക്കി ആ വെള്ളം തമിഴ്നാടിന് കൊടുക്കുന്ന പദ്ധതിയാണ് ഇന്റർലിങ്കിങ് ഓഫ് റിവർ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതി വന്നാൽ കേരളത്തിൽ നിന്ന് 2004 ഹെക്ടർ ഭൂമിയാണ് വെള്ളത്തിനടിയിലാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ കേരള സർക്കാർ ഇതുവരെ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല, തയ്യാറായിട്ടില്ല, അനുമതി നൽകിയിട്ടില്ല. ആ പദ്ധതി നടപ്പാക്കാൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തത് കൊണ്ട് കേരളത്തെ ശിക്ഷിക്കാൻ കേന്ദ്രത്തിന് എന്തെങ്കിലും അധികാരമുണ്ടോ? ഒരധികാരവുമില്ല. പദ്ധതി ഡിസൈൻ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. 40% തുക സംസ്ഥാന സർക്കാർ വഹിച്ചുകൊണ്ട് പദ്ധതികൾ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നടപ്പാക്കാം. അങ്ങനെ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നതുകൊണ്ട് ഒരു ശിക്ഷാ നടപടിയും സംസ്ഥാന സർക്കാരിനെതിരെ എടുക്കാൻ കേന്ദ്ര സർക്കാരിന് യാതൊരു അധികാരവും എവിടെയും നിർവചിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ നിരന്തരമായ എതിർപ്പിനെ തുടർന്ന് പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീജല സംയോജനം എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി 2025 ഡിസംബറിൽ കേന്ദ്രത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ കേരള സർക്കാരിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യവും VD സതീശന്റെയും മുസ്ലിം ലീഗിന്റെയും ഓർമ്മയിലുണ്ടാകണം. PM ശ്രീ എന്നല്ല, ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും കേന്ദ്രത്തിന് മുന്നിൽ ഓച്ഛാനിച്ചു നിന്ന് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു ബാധ്യതയുമില്ല. PM ശ്രീയുടെ കാര്യത്തിലും അതുതന്നെയാണ് സ്ഥിതി. ധാരണാപത്രം ഒപ്പിട്ടുപോയി എന്നതിന്റെ പേരിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരു ബാധ്യതയുമില്ല. പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ പിന്മാറിയത് കൊണ്ട് സംസ്ഥാന സർക്കാരിനെ ഒരു ചുക്കും ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയുകയുമില്ല. അതറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് ഈ UDF-കാർ ഈ നാടകം കളിക്കുന്നത്? ഉത്തരം ഒന്നേ ഉള്ളൂ. NDA മുന്നണിയുടെ അനൌദ്യോഗിക ഘടകകക്ഷിയായതിനാൽ BJP സർക്കാർ, മോഡി സർക്കാർ എടുക്കുന്ന ഏതു തീരുമാനവും ശിരസ വഹിക്കാൻ VD സതീശൻ സർക്കാരിന് ചുമതലയുണ്ട്, ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് VD സതീശൻ സർക്കാർ കേരളത്തിൽ PM ശ്രീ സ്കൂളുകൾ യാഥാർത്ഥ്യമാക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പിടിമുറുക്കാൻ സംഘപരിവാറിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും. സർവകലാശാല സെനറ്റുകളിലും സിൻഡിക്കേറ്റുകളിലും ഇനിയും BJPക്ക് നോമിനികൾ ഉണ്ടാകും. ആ യാഥാർത്ഥ്യമാണ് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം BJP നേതാവ് K സുരേന്ദ്രൻ പരസ്യമായി പ്രഖ്യാപിച്ചത്. മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ PM ശ്രീ നടപ്പാക്കേണ്ടി വരും. ഞാൻ ഒരു അഡ്വാൻസ് ആശംസ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീന് നൽകുകയാണ്. K സുരേന്ദ്രൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിൽ PM ശ്രീ സ്കൂളുകൾ ആരംഭിക്കുമ്പോൾ അവർ എന്തൊക്കെ ചെയ്യേണ്ടി വരും?
ഈ PM ശ്രീ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഒരു ഇംപ്ലിമെന്റേഷൻ ഗൈഡ് ലൈൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഗൈഡ് ലൈനിൽ 20ാമതൊരു നിർദ്ദേശമുണ്ട്. PM ശ്രീ സ്കൂളുകളുടെ ബോധവൽക്കരണത്തിനായി സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ഒരു 3D സെൽഫി പോയിന്റ് സ്ഥാപിക്കണം. രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും സ്കൂളിൽ എത്തുന്നവർക്കും ഒക്കെ അവിടെ നിന്ന് സെൽഫി എടുക്കാം. അങ്ങനെ ഒരു സെൽഫി പോയിന്റ് 25,000 രൂപ ചെലവിൽ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ സ്ഥാപിക്കണം. അങ്ങനെ സ്കൂളിനുള്ളിൽ സ്ഥാപിക്കാനുള്ള ഈ സെൽഫി പോയിന്റിന്റെ ഒരു മോഡൽ ആ ഗൈഡ് ലൈനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ സെൽഫി പോയിന്റിന്റെ പ്രത്യേകത, അത് മോഡിയുടെ ഒരു കട്ടൌട്ട് സഹിതമാണ് സെൽഫി പോയിന്റ് ഉണ്ടാക്കേണ്ടത്. ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ തന്നെയുള്ള PM ശ്രീ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൽഫി പോയിന്റുകൾ ഇനി നമുക്കൊന്ന് കാണാം. ഇതാണ് പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ PM ശ്രീ സെൽഫി പോയിന്റ്. ഇപ്പോൾ കാണുന്നത് കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ PM ശ്രീ സെൽഫി പോയിന്റ്. ഇതാണ് പാലക്കാട് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ സെൽഫി പോയിന്റ്. നോക്കൂ, എല്ലാത്തിലും നരേന്ദ്രമോദിയുടെ വലിയ കട്ടൌട്ടുകൾ. PM ശ്രീ സ്കൂളുകൾക്ക് കൊടുക്കുന്ന ഫണ്ടിൽ 25,000 രൂപ ഈ സെൽഫി പോയിന്റ് നിർമ്മാണത്തിന് മാറ്റിവെക്കണം. കേരളത്തിൽ VD സതീശന്റെ U-ടേൺ സർക്കാർ 265 സ്കൂളുകളിലാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. PM ശ്രീയുടെ ഇംപ്ലിമെന്റേഷൻ ഗൈഡ് ലൈൻ പ്രകാരം ഈ 265 സ്കൂളിലും ഇതുപോലെ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കേണ്ടി വരും. ഇപ്പോൾ നാം കണ്ടത് കേന്ദ്രത്തിന്റെ വിദ്യാലയത്തിലെ PM ശ്രീ സെൽഫി പോയിന്റുകൾ, മോദിയുടെ കട്ടൌട്ടുള്ള സെൽഫി പോയിന്റുകൾ. ഇതൊക്കെ ശിവൻകുട്ടിയും LDF സർക്കാരും സ്ഥാപിച്ചതാണെന്ന പ്രചരണവും ഇനി ഒരുപക്ഷെ നാം കാണേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. ഇനി VD സതീശനും മുസ്ലിം ലീഗുകാരും PM ശ്രീ നടപ്പാക്കാൻ പോകുന്നത് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള 265 സ്കൂളുകളിലാണ്. ആ സ്കൂളുകളിൽ സ്ഥാപിക്കുന്ന ഒരു സെൽഫി പോയിന്റിലും നരേന്ദ്രമോദിയുടെ കട്ടൌട്ട് ഉണ്ടാകില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ തന്റെ ഇടമുണ്ടോ VD സതീശനും മുസ്ലിം ലീഗിനും UDF-നും? ഞങ്ങൾക്ക് ഈ ഫണ്ട് മാത്രം മതി, മോഡിയുടെ കട്ടൌട്ട് ഒരു വിദ്യാലയ കോമ്പൗണ്ടിലും കയറ്റില്ലെന്ന് ശിരസുയർത്തി നട്ടെല്ല് നിവർത്തി പ്രഖ്യാപിക്കാനുള്ള തന്റെ ഇടം ഈ സർക്കാരിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കുണ്ടോ? UDF മുന്നണിയിലെ ഏതെങ്കിലും ഒരു നേതാവിനുണ്ടോ? ഉണ്ടെങ്കിൽ ആ തന്റെ ഇടം കാണിക്കേണ്ട സന്ദർഭമാണിത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. ഈ പദ്ധതിയുടെ ഗൈഡ് ലൈൻ പ്രകാരം PM ശ്രീ സ്കൂളുകളിൽ 5+3+3+4 എന്ന ഘടനയിലെ വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്. എന്താണ് ഈ 5+3+3+4 മാതൃക? 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ 5 വർഷം അടിസ്ഥാന വിദ്യാഭ്യാസം. 8 മുതൽ 11 വയസ്സ് വരെ പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്, തയ്യാറെടുപ്പിന്റെ ഘട്ടം. 11 മുതൽ 14 വയസ്സ് വരെ മധ്യഘട്ടം. 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ സെക്കൻഡറി ഘട്ടം. അതാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വയ്ക്കുന്ന കരിക്കുലം മാതൃക. പക്ഷെ കേരളം പിന്തുടരുന്നത് ഈ രീതിയല്ല. ഇവിടെ 3 മുതൽ 5 വയസ്സ് വരെ 2 വർഷം പ്രീ പ്രൈമറി വിദ്യാഭ്യാസമാണ്. 5ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർക്കും. 7 വരെ പ്രൈമറി വിദ്യാഭ്യാസം, അതായത് 11 വയസ്സ് വരെ പ്രൈമറി വിദ്യാഭ്യാസം. 8 മുതൽ 10 വരെ സെക്കൻഡറി വിദ്യാഭ്യാസം. 11 മുതൽ 12 വരെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. അതാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ ഘടന. VD സതീശന്റെ U-ടേൺ സർക്കാർ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ 265 സ്കൂളുകളിലാണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആ പൊതുവിദ്യാലയങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ്. അങ്ങനെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ 265 സ്കൂളുകളിൽ ഒരു മാതൃക, ബാക്കി സ്കൂളുകളിൽ മറ്റൊരു മാതൃക. അത് സാധ്യമാണോ? അങ്ങനെ വരുമ്പോൾ ഈ 265 സ്കൂളുകൾ എങ്ങനെ മാറും? ആ 265 സ്കൂളുകളിലും പ്രീ പ്രൈമറി ക്ലാസുകൾ ആരംഭിക്കേണ്ടി വരും. നിലവിൽ ഹൈസ്കൂളിന്റെ ഭാഗമായ 8ാം ക്ലാസ് പ്രൈമറി വിഭാഗത്തിലേക്ക് മാറ്റേണ്ടി വരും. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ് സെക്കൻഡറി വിദ്യാഭ്യാസം. ആ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി അധ്യാപകർ 9ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങേണ്ടി വരും. ഹൈസ്കൂൾ അധ്യാപകർ +2 ക്ലാസുകളും കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതൊക്കെ എളുപ്പത്തിൽ അനായാസമായി കേരളത്തിൽ നടക്കുമെന്നാണോ VD സതീശൻ ധരിച്ചു വെച്ചിരിക്കുന്നത്? PM ശ്രീ സ്കൂളുകളിൽ 5+3+3+4 ഘടനയായിരിക്കുമെന്ന് PV അബ്ദുൾ വഹാബിന് നൽകിയ മറുപടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ PM ശ്രീ നടപ്പാക്കുന്ന എല്ലാ സ്കൂളുകളിലും ഈ ഘടന തന്നെയായിരിക്കും പിന്തുടരേണ്ടി വരിക. ഞങ്ങൾക്ക് PM ശ്രീയുടെ ഫണ്ട് മതി, ഘടനയൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന നിലപാടെടുക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയുമോ? ഇനി അബ്ദുൾ വഹാബിന് നൽകിയ മറുപടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി ഒരു കാര്യം വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: PM ശ്രീ സ്കീം എയിംസ് ടു ഷോക്കേസ് ഓൾ ദി കമ്പോണന്റ്സ് ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. കുട്ടികളെ ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് ആകർഷിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020ന്റെ ലക്ഷ്യം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസം സംഘപരിവാറിന്റെ അജണ്ടയ്ക്കനുസരിച്ച് നടത്തുക. എങ്ങനെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലെ PM ശ്രീ സ്കൂളുകളിൽ VD സതീശൻ സർക്കാർ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്? ഇക്കാര്യങ്ങളാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട്, UDF-ന്റെ അണികളോട്, UDF-നെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയവരോട് ഈ സർക്കാരും അതിന് നേതൃത്വം നൽകുന്നവരും UDF-ന്റെ നേതാക്കന്മാരും വിശദീകരിക്കേണ്ടത്.
അവരത് ചെയ്യാതെ ശിവൻകുട്ടിയുടെ കാലത്ത് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടുപോയി, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന പടുവിഡ്ഢിതരം ഉടായിപ്പ് ന്യായം ഒരു ഉളുപ്പുമില്ലാതെ ആവർത്തിച്ചു പാടുകയാണ് VD സതീശനും കൂട്ടരും ചെയ്യുന്നത്. അതിനു പകരം അവർ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ ആ അധികാരം എവിടെയാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം: കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിലാക്കാൻ ഒരു സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം അവർ ആ പദ്ധതി നടപ്പിലാക്കേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഏതെങ്കിലും സംസ്ഥാന സർക്കാർ തുനിഞ്ഞാൽ ആ സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും നിയമം അനുവാദം നൽകുന്നുണ്ടോ, അധികാരം നൽകുന്നുണ്ടോ? കേരളത്തിലെ 265 സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ ആ സ്കൂളുകളിൽ ഏത് ഘടനയിലാണ് വിദ്യാഭ്യാസം നടത്തുക? 5+3+3+4 എന്ന ഘടനയിലാണോ, അതോ കേരളത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഘടനയാണോ അവിടെ പിന്തുടരുക? കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ സ്ഥാപിക്കുന്ന സെൽഫി പോയിന്റുകളിൽ നരേന്ദ്രമോദിയുടെ കട്ടൗട്ട് ഉണ്ടാകുമോ? ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് കുട്ടികളെ നയിക്കാൻ കേരളത്തിലെ PM ശ്രീ സ്കൂളുകളിൽ ഏത് പാഠപുസ്തകങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്? ദേശീയ തലത്തിൽ കോൺഗ്രസ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യെ നഖശിഖാന്തം എതിർക്കുകയാണ്. അങ്ങനെ നഖശിഖാന്തം കോൺഗ്രസ് എതിർക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ എങ്ങനെ ഷോക്കേസ് ചെയ്യാമെന്നാണ് VD സതീശൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ VD സതീശനും കൂട്ടർക്കും യാതൊരു അവകാശവുമില്ല. കാരണം തങ്ങൾ അധികാരത്തിലേറിയാൽ PM ശ്രീയുടെ ധാരണാപത്രം വലിച്ചുകേറി അറബിക്കടലിൽ ഒഴുക്കുമെന്ന് പ്രഖ്യാപിച്ചവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അവർ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങളും അതെങ്ങനെയെന്നും കേരളത്തോട് പറയാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതല്ല മോദിയെയും അമിത്ഷായെയും ധിക്കരിക്കാനുള്ള തന്റെ ഇടമില്ലെങ്കിൽ അക്കാര്യം തുറന്നു പറയണം. PMAY വീടുകളിൽ കേന്ദ്ര സർക്കാരിന്റെ എംബ്ലം വെക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമെന്ന് KM ഷാജി ചോദിച്ചില്ലേ? അതേ നാവ് കൊണ്ട് KM ഷാജിക്ക് മറ്റേ ചോദ്യവും ചോദിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന PM ശ്രീ സ്കൂളുകളിൽ മോദിയുടെ കട്ടൗട്ട് സ്ഥാപിക്കുന്നത് കൊണ്ട് ആർക്കാണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഇതുപോലെ ഇനി എന്തെല്ലാം നാം കാണാനും കേൾക്കാനും ഇരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നല്ല നമസ്കാരം.